നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക്. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ സുധാകരൻ മത്സരിക്കണമെന്ന് കെപിസിസിയും ഹൈക്കമാൻഡും ആവശ്യപ്പെട്ടിരുന്നു എന്നും എന്നാൽ അതിനുള്ള മുന്നൊരുക്കം നടത്താൻ സാവകാശം ലഭിച്ചില്ല എന്നും കെ സുധാകരൻ. തന്നെ നിർദ്ദേശിച്ചതിൽ നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും സുധാകരൻ. കണ്ണൂരിൽ 6 സീറ്റ് പിടിച്ചെടുക്കണം എന്നത് UDF ടാർഗറ്റാണ് എന്ന് കെ സുധാകരൻ. അതുകൊണ്ടാണ് പ്രധാനമായും ധർമ്മടത്ത് മത്സരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ധർമ്മടം മണ്ഡലത്തിൽ കള്ളവോട്ട് തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായും കെ സുധാകരൻ ന്യൂസ് 18നോട്. ധർമ്മടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും മുൻപേ സി രഘുനാഥ് പത്രിക സമർപ്പിച്ചു. കണ്ണൂർ കളക്ടറേറ്റിലെത്തിയാണ് പത്രിക നൽകിയത്. ജില്ലാ കോൺഗ്രസ് നേതൃത്വം രഘുനാഥിന്റെ പേരാണ് ധർമ്മടത്ത് നിർദ്ദേശിച്ചത്. അതേസമയം ധർമ്മടത്ത് സി രഘുനാഥ് നാമനിർദ്ദേശ പത്രിക നൽകിയതിനെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. ധർമ്മടത്ത് മത്സരം LDFും NDAയും തമ്മിലെന്ന് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി CK പത്മനാഭൻ. കോൺഗ്രസിന് എന്തുകൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല? കോൺഗ്രസിലെ ഒരു വിഭാഗം പിണറായിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് മുസ്ലിം ലീഗാണെന്നും CK പത്മനാഭൻ. ധർമ്മടത്ത് സ്ഥാനാർത്ഥിക്കായി UDF പരക്കം പായുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. കെ മുരളീധരനെ പോലെ ചാവേറാകാൻ ഇല്ല എന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞു. UDF BJP ഡീൽ നടപ്പാക്കാനാണ് കെ സുധാകരൻ മാറി നിൽക്കുന്നത് എന്നും MV ജയരാജൻ. തെരഞ്ഞെടുപ്പിൽ CPM BJP കൂട്ടുകെട്ട് എന്ന പ്രതിപക്ഷാരോപണത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. കോന്നിയിലും ചെങ്ങന്നൂരിലും ഇടതുമുന്നണി പരാജയപ്പെടുത്തിയത് BJPയുടെ അധ്യക്ഷനെയും മുൻ അധ്യക്ഷനെയുമാണ്. ജയിക്കാൻ ഇടതുമുന്നണിക്ക് ഒരു വർഗീയ കക്ഷിയുടെയും സഹായം വേണ്ട. കമ്മ്യൂണിസ്റ്റ് ഭരണം വരാതിരിക്കാൻ മുൻപ് BJP കോൺഗ്രസിന് വോട്ട് മറിച്ചെന്ന് O രാജഗോപാൽ പറഞ്ഞത് പല മാധ്യമങ്ങൾക്കും വാർത്തയല്ല എന്നും മുഖ്യമന്ത്രി. ഇടതു പാർട്ടികളെ പരാജയപ്പെടുത്താൻ BJP കോൺഗ്രസിന് വോട്ട് മറിച്ചിരുന്നു എന്ന O രാജഗോപാലിന്റെ പ്രസ്താവനയെ പിന്തുണച്ച് MT രമേശ്. കോലിബി സഖ്യം ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് MT രമേശ്. വടകരയിലും ബേപ്പൂരിലും മുൻപ് പൊതു സ്ഥാനാർത്ഥി ഉണ്ടായത് അങ്ങനെയാണെന്നും MT രമേശ്. CPM BJP രഹസ്യധാരണ ഉണ്ടെന്നും ഇപ്പോൾ പറയേണ്ട ആൾ തന്നെ പറഞ്ഞെന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇത് നേരത്തെ താൻ ആരോപിച്ചതാണ്. ഇപ്പോൾ ജനങ്ങൾ അറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിലവിളിക്കുകയാണെന്നും BJP ബന്ധം തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നും മുല്ലപ്പള്ളി. BJPയിലേക്കുള്ള നേതാക്കളുടെ കൂറുമാറ്റം സ്ഥിരീകരിച്ചു CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. CPMൽ നിന്നും CPIയിൽ നിന്നും ആളുകൾ BJPയിലേക്ക് പോകുന്നത് യാഥാർത്ഥ്യമാണ്. അവസരവാദികൾ പോകും. അത് കണ്ണടച്ച് നിഷേധിക്കുന്നില്ല എന്നും കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമലയെക്കുറിച്ച് വലിയ താൽപര്യം വന്നിട്ടുണ്ട് എന്ന മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അത് ഉപയോഗിക്കാൻ നോക്കി. സുപ്രീം കോടതിയാണ് ഇക്കാര്യത്തിൽ നിലപാടെടുത്തത്. ആ സുപ്രീം കോടതി തന്നെ വീണ്ടും നിലപാട് മാറ്റി. വിധി വരുന്ന സന്ദർഭത്തിൽ വിശ്വാസികളുമായി ചർച്ച ചെയ്ത് നിലപാടെടുക്കുകയുള്ളൂ എന്നും ആ വിധി വരും വരെ കാത്തിരിക്കാമെന്നും മുഖ്യമന്ത്രി. വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന പേടിയിൽ മുഖ്യമന്ത്രിയുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വിശദീകരിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് അതറിയാൻ ആഗ്രഹമുണ്ടെന്നും മുല്ലപ്പള്ളി. ശബരിമലയിൽ തെറ്റുപറ്റിയെന്ന് പറയാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നവോത്ഥാന നായകന്റെ കപടവേഷം പിണറായി അഴിച്ചുവെക്കണം. വിഷയത്തിൽ അവിടെയും ഇവിടെയും തൊടാതെയുള്ള അഴകുഴമ്പൻ നിലപാട് ഒഴിവാക്കണം. സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ചെന്നിത്തല. ശബരിമല വിഷയത്തിൽ CPM വീണ്ടും വിശ്വാസികളെ കബളിപ്പിക്കുകയാണെന്ന് KC വേണുഗോപാൽ. ദേവസ്വം മന്ത്രി ഒന്ന് പറയുന്നു, പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി മറ്റൊന്ന് പറയുന്നു. വിശ്വാസികളെ വഞ്ചിക്കുന്നത് അവസാനിപ്പിക്കണം. ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും KC വേണുഗോപാൽ. ശബരിമല അടഞ്ഞ അധ്യായമെന്ന് കാനം രാജേന്ദ്രൻ. പ്രശ്നം ചിലരുടെ മനസ്സിൽ മാത്രമാണെന്നും കാനം. പ്രയാണ്ട കാലത്ത് ദേവസ്വം ബോർഡ് കൊടുത്ത സത്യവാങ്മൂലം മാറ്റിയിട്ടില്ല. റിവ്യൂ പെറ്റീഷൻ വിധി വന്ന ശേഷം ആലോചിക്കാമെന്നും കാനം. ശബരിമല വിഷയത്തിൽ സീതാറാം യെച്ചൂരിയുടെ നിലപാടിൽ പിണറായി മറുപടി പറയണമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. ഇനിയും പോലീസ് കാവലിൽ ആചാരലംഘനം നടത്തുമെങ്കിൽ അക്കാര്യം പിണറായി വ്യക്തമാക്കണമെന്ന് മുരളീധരൻ. ശബരിമലയ്ക്കായി പാർലമെന്റിൽ നിയമം കൊണ്ടുവരുമെന്ന് സുരേഷ് ഗോപി MP. അതിനുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര നേതാക്കൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും സുരേഷ് ഗോപി.
ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് തുറന്നു പറയണമെന്ന് രാഹുൽ ഈശ്വർ. വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ നിലപാടിനൊപ്പമാണോ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനൊപ്പമാണോ സർക്കാർ? സിപിഎമ്മുമായി ബിജെപി ഡീൽ ഉറപ്പിച്ചുവെന്ന ബാലശങ്കറിന്റെ ആരോപണം ശരിയെങ്കിൽ ബിജെപി വിശ്വാസികളെ വഞ്ചിച്ചുവെന്നും രാഹുൽ ഈശ്വർ. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ NSS. മുഖ്യമന്ത്രി നിലപാട് മാറ്റിയത് വിശ്വാസികളെ വിഡ്ഢികളാക്കാൻ. സീതാറാം യെച്ചൂരിയുടെ നിലപാടിന് വിരുദ്ധമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നും വിമർശനം. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും NSSന്റെ വിമർശനം. കാനത്തിന്റെ പ്രസ്താവന സർക്കാരിനെ രക്ഷിക്കാനുള്ള പാഴ്ശ്രമമെന്ന് NSS കേസ് നടത്തി തോറ്റതാണെന്നും കോടതിയുടെ വിധി വരുന്നതുവരെ കാത്തിരിക്കുമെന്നുമായിരുന്നു കാനത്തിന്റെ പ്രസ്താവന. എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നടപടി. എയ്ഡഡ് സ്കൂൾ അധ്യാപകർ രാജിവെക്കാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന കേരള ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സലിം മടവൂർ സമർപ്പിച്ച പ്രത്യേക അവധി ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. മലബാർ സിമന്റ്സ് അഴിമതി കേസിൽ മുൻ ചീഫ് സെക്രട്ടറി ജോൺ മത്തായിയെയും MDമാരായിരുന്ന T പത്മനാഭൻ നായർ, N മുരളീധരൻ എന്നിവരെയും കുറ്റവിമുക്തരാക്കിയ നടപടി തൃശൂർ വിജിലൻസ് കോടതി റദ്ദാക്കി. UDF സർക്കാരാണ് 3 പേരെയും കുറ്റവിമുക്തരാക്കിയത്. പിന്നീട് വന്ന LDF സർക്കാർ തീരുമാനം ശരിവയ്ക്കുകയായിരുന്നു. കേരള കോൺഗ്രസ് നേതാവും മുൻ MP-യുമായ സ്കറിയ തോമസ് അന്തരിച്ചു. കൊച്ചിയിലെ ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. 65 വയസ്സായിരുന്നു. ഇടതുമുന്നണി പ്രകടന പത്രിക നാളെ പുറത്തിറക്കും. ക്ഷേമ പദ്ധതികൾക്കൊപ്പം വികസന തുടർച്ചയും ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാകും പ്രകടന പത്രികയിൽ ഉണ്ടാവുക. ലൈഫ് പദ്ധതിയുടെ തുടർച്ച, തൊഴിൽ, ഭക്ഷണം എന്നിവയാകും പ്രകടന പത്രികയുടെ ഹൈലൈറ്റ്. മറ്റന്നാൾ UDFും പ്രകടന പത്രിക പുറത്തിറക്കും. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന ആരോപണത്തിൽ ഉറച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ക്രമക്കേട് നടന്നതിന് താൻ ചൂണ്ടിക്കാട്ടിയ ഉദുമയിലെ വീട്ടമ്മ കോൺഗ്രസ് അനുഭാവിയാണോ എന്നതല്ല പ്രശ്നമെന്നും അവരറിയാതെ മറ്റ് 4 ഇലക്ട്രൽ കാർഡുകൾ വാങ്ങിയതാരാണ് എന്ന് കണ്ടെത്തണമെന്നും ചെന്നിത്തല. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല 9 മണ്ഡലങ്ങളിലെ വിവരങ്ങളാണ് കൈമാറിയത്. കഴിഞ്ഞ ദിവസം ഉദുമ അടക്കം 5 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. എന്നാൽ ഉദുമയിൽ ഒരാൾക്ക് 5 വോട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ച കുമാരി താൻ കോൺഗ്രസുകാരിയാണെന്നും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ആണെന്നും വെളിപ്പെടുത്തിയിരുന്നു. ആവർത്തന വോട്ടിൽ കാസർഗോഡ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. കാസർഗോഡ് തഹസിൽദാരോടാണ് കളക്ടർ വിശദീകരണം ആവശ്യപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെയ്ത വോട്ടുകളുടെ കാര്യത്തിലും പരിശോധന നടത്തും. പെരിയാർ സ്വദേശി കുമാരിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 കാർഡുകൾ അനുവദിച്ചിരുന്നുവെന്നും എന്നാൽ 1 കാർഡ് മാത്രമാണ് വിതരണം ചെയ്തതെന്നും ബൂത്ത് ലെവൽ ഓഫീസർ ബിന്ദുമോൾ. കാർഡിലെ ആവർത്തനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അധികൃതർക്ക് ഇതേക്കുറിച്ച് റിപ്പോർട്ട് നൽകിയിരുന്നതായും ബിന്ദുമോൾ. കള്ളവോട്ട് ഇരു മുന്നണികളും വ്യാപകമായി ചേർക്കുന്നുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. നേരത്തെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുകയാണ് രമേശ് ചെന്നിത്തല. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കള്ളവോട്ട് തടയാനുള്ള നടപടി BJP സ്വീകരിക്കുമെന്നും സുരേന്ദ്രൻ. ഒരാൾക്ക് ഒന്നിലധികം വോട്ടർ തിരിച്ചറിയൽ കാർഡ് നൽകിയെന്ന പരാതിയിൽ കൂടുതൽ ജില്ലകളിൽ പരിശോധന നടത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒന്നിലധികം തവണ പേര് ചേർക്കാൻ ബോധപൂർവം ശ്രമമുണ്ടായോ എന്ന് വിശദമായി പരിശോധിച്ച് മാർച്ച് 20-നകം റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മോദിയും പിണറായിയും നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുവെന്ന് ഉമ്മൻചാണ്ടി. 2 കൂട്ടരും നാടിന് ശാപം. UDF അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാസം 6000 രൂപ ഉറപ്പാക്കുമെന്നും പത്തനാപുരത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഉമ്മൻചാണ്ടി. ഇരിക്കൂർ സീറ്റിന്റെ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വം തുടരുന്നു. സോണി സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് A ഗ്രൂപ്പ്. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചതോടെ കടുത്ത അമർഷത്തിലാണ് A ഗ്രൂപ്പ് പ്രവർത്തകർ. നാളെ ഉമ്മൻചാണ്ടി കണ്ണൂരിലെത്തും. ഇടഞ്ഞു നിൽക്കുന്ന ഇരിക്കൂറിലെ പ്രവർത്തകരെ അനുനയിപ്പിക്കാനാണ് ഉമ്മൻചാണ്ടി എത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഇരിക്കൂറിൽ ഉള്ളുവെന്ന് K. സുധാകരൻ. ഹരിപ്പാട്ടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വിങ്ങിപ്പൊട്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഹരിപ്പാട്ടുകാർ എന്നും തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് ചെന്നിത്തല പറഞ്ഞു. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ഹരിപ്പാട്ടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്.
ഇത്തവണ ബി.ജെ.പിക്ക് കേരളത്തിൽ ഒറ്റ സീറ്റും കിട്ടില്ല എന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. തുടർ ഭരണത്തിനായി CPM-ഉം ഒരു സീറ്റെങ്കിലും കിട്ടാൻ ബി.ജെ.പിയും കൈകോർക്കുകയാണ്. ഇത് കേരളീയർ അംഗീകരിക്കില്ല എന്നും ഉമ്മൻചാണ്ടി. കേരളത്തിൽ ബി.ജെ.പിയെ ഒഴിവാക്കി സർക്കാർ രൂപീകരിക്കാനാകില്ല എന്ന് ബി.ജെ.പി ദേശീയ ജനറൽ സെക്രട്ടറി ദുഷ്യന്ത് കുമാർ ഗൌതം. CPM ബി.ജെ.പി സഖ്യമുണ്ടെന്ന RSS സൈദ്ധാന്തികൻ R. ബാലശങ്കറിന്റെ പരാമർശം അടിസ്ഥാനരഹിതമാണെന്നും ദുഷ്യന്ത് കുമാർ ഗൌതം. ശബരിമല വിഷയം ഉന്നയിച്ച് ബി.ജെ.പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് പ്രചാരണം തുടങ്ങി. കാര്യവട്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് മുന്നിൽ ശോഭാ സുരേന്ദ്രന് ബി.ജെ.പി പ്രവർത്തകർ സ്വീകരണം നൽകി. വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ചതിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടത്തെ ജനം വിധിയെഴുതുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. കഴക്കൂട്ടത്ത് ഉചിതമായ സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് MT രമേശ്. ശോഭ മത്സരിക്കില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് സംസ്ഥാനം നൽകിയ ലിസ്റ്റിൽ പേരില്ലാതിരുന്നത്. കേരളത്തിൽ നിന്ന് പോയ പട്ടികയിൽ ബാലശങ്കറിന്റെ പേര് ഇല്ലായിരുന്നു. വിജയസാധ്യത പരിഗണിച്ചാണ് സ്ഥാനാർത്ഥിയെ വെച്ചതെന്നും MT രമേശ്. ഇത്തവണ തൃശൂർക്കാർ ജയം സമ്മാനിക്കട്ടെ എന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. മത്സരിക്കാനാണ് വന്നത്. അസുര നിഗ്രഹത്തിനായി തിരുവനന്തപുരത്ത് മാളികപ്പുറം ഇറങ്ങിയിട്ടുണ്ടെന്നും ക്ഷേത്രം വിശ്വാസികളുടെ കയ്യിൽ എത്തുമെന്നും സുരേഷ് ഗോപി. തൃശൂർ കളക്ടറേറ്റിലെത്തി സുരേഷ് ഗോപി പത്രിക സമർപ്പിച്ചു. ഓർക്കാട്ടേരിയിൽ റോഡ് ഷോയുമായി വടകര മണ്ഡലത്തിലെ RP സ്ഥാനാർത്ഥി KK രമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. ഇത്തവണ TP ചന്ദ്രശേഖരന്റെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാകുമെന്ന് KK രമ. TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചായിരുന്നു KK രമയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം. തെരഞ്ഞെടുപ്പിൽ ജയിക്കാനല്ല ധർമ്മടത്ത് മത്സരിക്കുന്നത് എന്ന് വാളയാർ പെൺകുട്ടികളുടെ അമ്മ. തനിക്ക് നീതി നിഷേധം ഉണ്ടായതിന്റെ കാരണം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ഇതൊരവസരമായി കാണുന്നു. നേരിട്ട അനീതി പ്രയാസവും ധർമ്മടത്തെ ജനങ്ങളോട് പറയുമെന്നും വാളയാർ പെൺകുട്ടികളുടെ അമ്മ. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് ഇടത് സർക്കാർ നടപ്പിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവിക്കാവുന്ന വിധത്തിൽ വികസനം നടപ്പാക്കി. അത് ജനം തിരിച്ചറിഞ്ഞതിന്റെ കടുത്ത നിരാശയിലാണ് വികസനം എവിടെയെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നത് എന്നും മുഖ്യമന്ത്രി. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഇരവാദമുയർത്തി രക്ഷപ്പെടാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമമെന്ന് V. മുരളീധരൻ. കോവിഡ് കാലത്ത് കേന്ദ്രം നൽകിയ ഭക്ഷ്യധാന്യമാണ് കിറ്റായി നൽകിയത്. പിണറായിക്കെതിരെ സ്ഥാനാർത്ഥി നിർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. പിണറായിയെയും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്നും V. മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരത്തിന് തയ്യാറെടുക്കുന്ന K. പത്മരാജൻ സമർപ്പിക്കുന്നത് 217ാമത്തെ നാമനിർദ്ദേശ പത്രിക. 5 രാഷ്ട്രപതിമാർക്കും 5 ഉപരാഷ്ട്രപതിമാർക്കുമെതിരെ മത്സരിച്ച K. പത്മരാജൻ നേരിടാത്ത പ്രമുഖർ രാജ്യത്ത് തന്നെ ചുരുക്കമാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം ഇതുവരെ ചെലവഴിച്ചത് 50 ലക്ഷം രൂപ. കണ്ണൂർ ധർമ്മടത്ത് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഇന്ന് ഉദ്ഘാടനം ചെയ്യാനിരിക്കെയാണ് വെള്ളച്ചാലിലെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെ കവാടത്തിൽ വെച്ച ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും അക്രമികൾ നശിപ്പിച്ചു. കൊടുവള്ളിയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിന് എത്തിയത് സംശയാസ്പദമെന്ന് ബി.ജെ.പി നേതാവ് MT രമേശ്. കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടനിലക്കാരൻ സ്ഥാനാർത്ഥിയായതിനാലാണ് മുഖ്യമന്ത്രി എത്തിയത് എന്ന് രമേശിന്റെ ആരോപണം. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി അരിത ബാബുവിന് കെട്ടിവെക്കാനുള്ള തുക നൽകി നടൻ സലിം കുമാർ കായംകുളത്തെത്തിയാണ് അരിതയ്ക്ക് പണം കൈമാറിയത്. ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് നടൻ സലിം കുമാർ. കലാകാരന്മാരെ ഏറ്റവും അധികം വേദനിപ്പിച്ച സർക്കാരാണ് ഇത്. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി അരിത ബാബുവിനായി വീടുകൾ കയറി പ്രചാരണം നടത്തുമെന്നും സലിം കുമാർ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം തുടരുമെന്ന് തവനൂരിലെ UDF സ്ഥാനാർത്ഥി ഫിറോസ് കുന്നുംപറമ്പിൽ. ജീവകാരുണ്യത്തിൽ നിന്ന് ഒരു പൈസ പോലും സ്വന്തം ആവശ്യത്തിന് എടുത്തിട്ടില്ല. പണം തട്ടിയിരുന്നെങ്കിൽ ഇതിനകം അകത്തായേനെന്നും ഫിറോസ്. കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കാൻ കുറ്റ്യാടിയിൽ 18 അടവും പയറ്റി CPM. പാർട്ടിയെ ജനങ്ങൾ തിരുത്തുമോ എന്ന വിവാദമൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് KP കുഞ്ഞമ്മദ്കുട്ടി. എന്നാൽ പാർട്ടി വ്യത്യാസമില്ലാതെ വോട്ടർമാർ തനിക്കൊപ്പം നിൽക്കുമെന്ന ഉറപ്പിലാണ് സിറ്റിംഗ് MLA പാറക്കൽ അബ്ദുള്ള. എലത്തൂർ സീറ്റ് NCKക്ക് നൽകിയതിൽ പ്രതിഷേധിച്ച് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം. മുന്നണി ധാരണ മറികടന്ന് KPCC അംഗം ദിനേശ് മണിയെ മത്സരിപ്പിക്കാനാണ് തീരുമാനം. 8 കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും 2 ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളും അടക്കമുള്ള നേതാക്കൾ യോഗം ചേർന്നാണ് KPCC അംഗം UV ദിനേശ് മണിയെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്.
ഉദുമയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് CH കുഞ്ഞമ്പു. കാസർഗോഡ് ജില്ലയിൽ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഉദുമ. 30 വർഷമായി ഇടതിന്റെ സുരക്ഷിത മണ്ഡലമാണ് ഇത്. ഇത്തവണ പെരിയ ഇരട്ടക്കൊലപാതകത്തെ തുടർന്ന് പ്രതിരോധത്തിലായ CPM മുതിർന്ന നേതാവായ CH കുഞ്ഞമ്പുവിനെ കളത്തിലിറക്കിയാണ് പോരാട്ടം കടുപ്പിക്കുന്നത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com. Denwood. നേമത്ത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് UDF സ്ഥാനാർത്ഥി K. മുരളീധരൻ. വിശ്വാസവും വികസനവുമാണ് നേമത്തെ ചർച്ചയെന്ന് മുരളീധരൻ. ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മുരളീധരൻ വോട്ട് അഭ്യർത്ഥിച്ച് തുടങ്ങിയത്. വയനാട് ജില്ലയിലെ നിർണായക പോരാട്ടമാണ് കൽപ്പറ്റയിലേത്. നാട്ടുകാരന് ഒരു വോട്ട് എന്ന നിലയിൽ പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് കൽപ്പറ്റയിലെ LDF സ്ഥാനാർത്ഥി MV ശ്രേയാംസ്കുമാർ. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്ന് ശ്രേയാംസ്കുമാർ. മേഴ്സിക്കുട്ടി അമ്മയ്ക്കെതിരെ ആഴക്കടൽ മത്സ്യബന്ധന വിവാദം പ്രചാരണായുധമാക്കി UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും കുണ്ടറയിൽ പ്രചാരണം കൊഴുപ്പിച്ചു കളം പിടിക്കാനുള്ള ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി. കുണ്ടറയിൽ വേലുത്തമ്പി തളവ സ്മൃതി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് UDF സ്ഥാനാർത്ഥി വിഷ്ണുനാഥ് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചത്. പാണക്കാട് ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ച പേരാമ്പ്രയിലെ UDF സ്വതന്ത്രൻ CH ഇബ്രാഹിമിന്റെ സ്ഥാനാർത്ഥിത്വ വിവാദത്തിൽ CH ഇബ്രാഹിം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇബ്രാഹിമിന് പല CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. ഇങ്ങനെയൊരാളെ എങ്ങനെ സ്ഥാനാർത്ഥിയായി അംഗീകരിക്കുമെന്ന പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകരുടെ ചോദ്യം. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കളോട് രാഷ്ട്രീയത്തിനപ്പുറമുള്ള സൗഹൃദമാണ് ഉള്ളതെന്ന് CH ഇബ്രാഹിം. അദ്ദേഹവുമൊത്തുള്ള ഫോട്ടോയിൽ അസാധാരണമായി ഒന്നുമില്ല. പേരാമ്പ്രയിൽ UDF സ്വതന്ത്രനായ തനിക്ക് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നും CH ഇബ്രാഹിം. ശബരിമല വിഷയത്തോടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ കടകംപള്ളി. ശോഭാ സുരേന്ദ്രൻ ശബരിമലയെക്കുറിച്ച് പ്രചാരണം നടത്തുന്നതിനോട് പ്രതികരിക്കാനില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. തനിക്ക് പറയാനുള്ളത് മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ചാണ്. മുഖ്യ എതിരാളി ആരെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും കടകംപള്ളി. സെക്രട്ടറി സ്ഥാനത്ത് തിരിച്ചെത്തുമെന്ന സൂചന നൽകി കോടിയേരി ബാലകൃഷ്ണൻ. തന്റേത് താൽക്കാലിക അവധി മാത്രമാണ്. ചികിത്സ തീരുന്ന മുറയ്ക്ക് മടങ്ങിവരവ് പാർട്ടി തീരുമാനിക്കുമെന്നും കോടിയേരി. തന്റെ രാഷ്ട്രീയം സൗഹൃദത്തിൽ അധിഷ്ഠിതമാണെന്ന് ചലച്ചിത്ര സംവിധായകനും നടനുമായ മേജർ രവി. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും വേദിയിൽ തന്നെ കണ്ടേക്കാം. ചിലരുടെ അഹങ്കാരം ഇല്ലാതാക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്നും മേജർ രവി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ അഴിമതി വിരുദ്ധ യാത്രയുമായി തൃക്കാക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി PT തോമസ്. പ്രളയ ഫണ്ട് തട്ടിപ്പ് പ്രചാരണായുധമാക്കാനാണ് PT തോമസിന്റെ നീക്കം. രമേശ് പിഷാരടി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. കടവന്ത്രയിൽ നിന്ന് ആരംഭിച്ച അഴിമതി വിരുദ്ധ യാത്ര കാക്കനാടാണ് അവസാനിച്ചത്. എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളോട് ആദരവ് പുലർത്തുന്നയാളാണ് താനെന്ന് ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി KN ഖാദർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ കാണിക്കയിട്ട് തൊഴുതതിനെതിരെ സമസ്തയുടെ വിമർശനത്തോട് പ്രതികരിക്കുകയായിരുന്നു മുസ്ലിം ലീഗ് നേതാവ്. ക്ഷേത്രങ്ങളിലും ക്രിസ്ത്യൻ പള്ളികളിലും താൻ സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നും ഇസ്ലാം മതവിശ്വാസം മുറുകെ പിടിച്ച് എല്ലാ മതസ്ഥരെയും ബഹുമാനിക്കുന്നയാളാണ് താനെന്നും സ്ഥാനാർത്ഥി KN ഖാദർ. സംസ്ഥാനത്ത് തുടർ ഭരണം ഉണ്ടാകുമെന്നും കൊട്ടാരക്കരയിൽ LDF മികച്ച വിജയം നേടുമെന്നും ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. സംസ്ഥാനത്ത് BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥികളെ അടക്കം കോൺഗ്രസ് സംഭാവന ചെയ്യുകയാണെന്നും ബാലഗോപാൽ. മത്സരിക്കാത്ത താൻ മന്ത്രിയാവില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മത്സരിക്കാത്തവരെ ഇടതുമുന്നണി മന്ത്രിയാക്കാറില്ല. ജയിക്കുന്നവരിൽ മന്ത്രിസ്ഥാനത്തെത്താൻ യോഗ്യതയുള്ള നിരവധി പേരുണ്ടെന്നും കോടിയേരി News18നോട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ എവിടെയായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. വിമാനത്താവളങ്ങളിലൂടെ ഇപ്പോഴും സ്വർണ്ണക്കടത്ത് നടത്തുന്നു. അതൊക്കെ തടയേണ്ടത് ആരാണെന്നും കാനം. LDFന് വിജയം കൂടുതൽ ഉറപ്പായെന്ന് കാനം രാജേന്ദ്രൻ. പ്രതിപക്ഷത്തിന് ചിലയിടത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ല. പ്രതിപക്ഷം സ്ഥാനാർത്ഥികളെ നിർമ്മിക്കാൻ ഓർഡർ കൊടുത്തതേയുള്ളൂ എന്നും പരിഹാസം. ചടയമംഗലത്ത് ഒരു പ്രതിഷേധവുമില്ല. നല്ല രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നും കാനം. കോൺഗ്രസ് മടുത്തെന്ന് K. സുധാകരൻ തന്നോട് പറഞ്ഞുവെന്ന പ്രസ്താവന തിരുത്തി PC ചാക്കോ. K. സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് താൻ ആവർത്തിച്ചത് എന്ന് PC ചാക്കോ വ്യക്തമാക്കി. പാർട്ടിയല്ല ഗ്രൂപ്പ് നേതാക്കളാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് എന്ന് സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും PC ചാക്കോ.
LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രചാരണം നടത്തുമെന്ന് PC ചാക്കോ. ഇത്തവണ തുടർ ഭരണം ഉണ്ടാകും. ഔദ്യോഗികമായി പ്രതിപക്ഷമാകാനുള്ള സീറ്റ് പോലും പ്രതിപക്ഷത്തിന് ലഭിക്കുമോ എന്ന് സംശയമെന്നും PC ചാക്കോ. UDF പ്രവർത്തന ശൈലിയോട് എതിർപ്പുള്ള പല നേതാക്കളും സമീപ ദിവസങ്ങളിൽ കോൺഗ്രസ് ഉപേക്ഷിക്കുമെന്ന് PC ചാക്കോ. ഉമ്മൻചാണ്ടിക്കെതിരെ വൃത്തികെട്ട ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അപമാന ഭാരത്തോടെ തലകുനിക്കേണ്ടി വന്നു. കോൺഗ്രസിന്റെ തകർച്ചയുടെ ഉത്തരവാദിത്തം മറ്റാരുടെയും തലയിൽ വെച്ചുകെട്ടാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് ആകില്ല എന്നും PC ചാക്കോ. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം 2 ദിവസം കൂടി. നാളെ വൈകിട്ട് 3 മണിക്ക് പത്രികാ സമർപ്പണത്തിനുള്ള സമയം അവസാനിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും പത്രികകൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഒരു ദിവസം മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വേഗത്തിലാക്കി. പാലക്കാട് E. ശ്രീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും വട്ടിയൂർക്കാവിൽ VV രാജേഷും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോഴിക്കോട് MK മുനീർ, ധർമ്മജൻ ബോൾക്കാട്ടി, സുൽഫിക്കർ മയൂരി എന്നിവർ പത്രിക നൽകി. കൽപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥി ശ്രേയാംസ് കുമാർ, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, തൃപ്പൂണിത്തുറയിൽ UDF സ്ഥാനാർത്ഥി K. ബാബു, അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫൻ എന്നിവരും പത്രിക നൽകി. ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുന്ന വാളയാർ പെൺകുട്ടികളുടെ അമ്മ കണ്ണൂർ കളക്ടറേറ്റിലെത്തിയാണ് പത്രിക നൽകിയത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാർ, കായംകുളത്തെ UDF സ്ഥാനാർത്ഥി അരിത ബാബു, LDF സ്ഥാനാർത്ഥി U. പ്രതിഭ എന്നിവരും പത്രിക സമർപ്പിച്ചു. മൂവാറ്റുപുഴയിലെ 2020 സ്ഥാനാർത്ഥി CN പ്രകാശും പത്രിക നൽകി. ഇരിക്കൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി സജീവ് ജോസഫ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഉപവരണാധികാരി R. അബു മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഇരിക്കൂർ പാലത്തിന് സമീപത്ത് നിന്ന് പ്രകടനമായാണ് സ്ഥാനാർത്ഥിയും UDF പ്രവർത്തകരും പത്രികാ സമർപ്പണത്തിന് എത്തിയത്. കോഴിക്കോട് ജില്ലയിൽ MK മുനീർ, ധർമ്മജൻ ബോൾക്കാട്ടി, സുൽഫിക്കർ മയൂരി എന്നിവരും പത്രിക നൽകി. അരുവിക്കരയിലെ LDF സ്ഥാനാർത്ഥി G. സ്റ്റീഫനും പത്രിക നൽകി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി VV രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കമ്മീഷണർ B. ജയശ്രീക്ക് മുൻപാകെയാണ് പത്രിക സമർപ്പിച്ചത്. ഇടുക്കിയിൽ 100% വിജയപ്രതീക്ഷയെന്ന് റോഷി അഗസ്റ്റിൻ. മുന്നണി മാറ്റം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകില്ല എന്നും റോഷി. പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു റോഷിയുടെ പ്രതികരണം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. हाय अनुष्का। हाय। ये आपके टी-शर्ट में क्या लिखा है? हम किसी से बुली नहीं। बुलिंग जो है एक बहुत सीरियस मैटर है। मैं बुली हुई थी और मैंने खुद बुलिंग देखा है. One moment that inspired me to start anti-bullying squad and I've trained 700 students. 12 साल के होने के बावजूद 700 बच्चों की मदद करना, इसे कहते हैं वाकई कुछ कर दिखाना। टफ बनना सीखो, डरो मत। अगर आप डर गए एक बार तो फिर हर बार आपको डराया जाएगा।